ഷുഗറിന് ഭക്ഷണം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പഞ്ചസാര നിർത്തുക മാത്രം ചെയ്താൽ മതിയോ? പലപ്പോഴും നിങ്ങൾക്ക് ഒരാൾക്ക് ഷുഗർ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ ചെയ്യുന്നത് ഓക്കെ പഞ്ചസാര നിർത്തി, ഇനി ചായയിൽ കാപ്പിയിൽ പഞ്ചസാര ഇല്ല, അത് ചെയ്ത് കഴിഞ്ഞിട്ട് മതി, ഇനി ഞാൻ ഡയബറ്റീസിനുള്ള ഡയറ്റൊക്കെ നോക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നത് നല്ലൊരു ശതമാനം ആൾക്കാരുണ്ട് നമ്മളുടെ ഇടയിൽ. പക്ഷേ ഡയബറ്റീസ് ഡയറ്റ് എന്ന് പറയുന്നത് ഇതിനേക്കാൾ കുറേ കൂടെ കോംപ്ലക്സ് ആണ്. വെറുതെ ചായയിലും കാപ്പിയിലും മാത്രം പഞ്ചസാര നിർത്തുന്നത് കൊണ്ട് വളരെ ചെറിയൊരു ഇമ്പാക്റ്റാണ് നിങ്ങളുടെ ഡയബറ്റീസിൽ ഉണ്ടാക്കുന്നുള്ളൂ. നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ബാലൻസ്ഡ് ആണോ, നിങ്ങളുടെ പ്ലേറ്റിൽ ആവശ്യത്തിന് ഫൈബർ ഉണ്ടോ, പ്രോട്ടീൻ ഉണ്ടോ, അതുപോലെ തന്നെ അതിലുള്ള ടോട്ടൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ്, പഞ്ചസാര മാത്രം നോക്കിയാൽ പോരാ. രണ്ടാമതായിട്ട് ടോട്ടൽ കാലറി ഇൻടേക്ക്, നിങ്ങൾ വളരെ ബാലൻസ്ഡ് ആണ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് മൊത്തം അവോയ്ഡ് ചെയ്ത് കീറ്റോ ഡയറ്റ് എടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ കീറ്റോ ഡയറ്റ് എടുക്കുന്നത് കൊണ്ട് നിങ്ങൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ആവശ്യം പോലെ കഴിക്കാമെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഒരു ദിവസം നിങ്ങൾക്ക് ശരീരത്തിൽ വേണ്ടതിൽ കൂടുതൽ കാലറി എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഡയബറ്റീസിന് നല്ലതല്ല. അതുപോലെ തന്നെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ ചില ആൾക്കാരുണ്ട്, ഞാൻ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്നുണ്ട്, രാത്രി 6 മണിക്ക് ശേഷം രാവിലെ 8 മണി വരെ ഒന്നും എടുക്കുന്നില്ല, 14 മണിക്കൂർ ഫാസ്റ്റിംഗ് വിൻഡോ ഉണ്ട്. പക്ഷേ ഈ ഭക്ഷണം എടുക്കുന്ന സമയത്ത് ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം കഴിക്കാൻ ചിലപ്പോൾ നല്ല ഭക്ഷണം ആയിരിക്കില്ല കഴിക്കുന്നത്. അപ്പോൾ ഇതൊന്നും ഡയബറ്റീസിന് ഹെൽപ്ഫുൾ അല്ല. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഭക്ഷണത്തിലെ ഗ്ലൈസീമിക് ഇൻഡെക്സ്. ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണത്തിൽ നിന്ന് എത്ര വേഗം അതിലെ ഷുഗർ നമ്മുടെ ബ്ലഡിൽ എത്തുന്നു എന്നുള്ളതിൻ്റെ ഒരു കണക്കാണ് ഈ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, മധുരമുള്ള പഞ്ചസാര ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ആണ്. പക്ഷെ അതുപോലെ തന്നെ വൈറ്റ് റൈസ്, വൈറ്റ് ബ്രെഡ്, മൈദ, ഇതുപോലെ ഒരുപാട് ഭക്ഷണങ്ങൾ, പൊട്ടാറ്റോ ഒക്കെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടിയ ഗണത്തിൽപ്പെടുന്ന ഭക്ഷണങ്ങളാണ്. ഇതൊക്കെയും പ്രധാനമായിട്ടും ഒന്ന് മാത്രം കഴിച്ചു കഴിഞ്ഞാൽ ഷുഗറിൻ്റെ കൺട്രോൾ കറക്റ്റായിട്ട് കിട്ടില്ല. പിന്നെ ഉള്ളൊരു കാര്യം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എത്രമാത്രം പ്രോസസ്ഡ് ഫുഡുകളുണ്ട് എന്നുള്ളതാണ്. പ്രോസസ്ഡ് ഫുഡുകൾ മിക്കപ്പോഴും ഹൈ ഗ്ലൈസെമിക് ഇൻഡെക്സ് ആയിരിക്കും. അതുകൂടാതെ തന്നെ അതിൽ ഫൈബറിൻ്റെ അളവ് കുറവായിരിക്കും. ഇതൊന്നും ഡയബറ്റീസ് കൺട്രോളിന് ഹെൽപ്പ് ചെയ്യില്ല. നമ്മൾ ഭക്ഷണം എടുക്കുകയാണെങ്കിൽ ആ ഭക്ഷണത്തിൻ്റെ ഇപ്പോൾ പ്രോസസ്ഡ് ഫുഡാണെന്ന് എങ്ങനെ അറിയാൻ പറ്റുക? പാക്കറ്റിൽ വരുന്ന മിക്ക ഭക്ഷണങ്ങളും. അപ്പോൾ അതിൻ്റെ ന്യൂട്രീഷൻ ലേബൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഈ ന്യൂട്രീഷൻ ലേബലിൽ പല കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാകും. ഒന്ന്, അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് വളരെ നീണ്ടൊരു ലിസ്റ്റാണ്. അതിൽ നമുക്ക് മനസ്സിലാവാത്ത കുറേ സാധനങ്ങൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ പർട്ടിക്കുലർ ഫുഡ് പ്രോസസ്ഡ് ആണ് എന്നാണ്. രണ്ടാമതിൻ്റെ ന്യൂട്രീഷണൽ ലെവലിൽ എത്ര ശതമാനം അതിനകത്ത് കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, ഫാറ്റ് ഉണ്ട്. അതുപോലെ കാർബോഹൈഡ്രേറ്റ് നോക്കുമ്പോൾ അതിനകത്ത് ആഡഡ് ഷുഗറും ഉണ്ടാവും, ടോട്ടൽ ഷുഗറും ഉണ്ടാവും. ഈ ടോട്ടൽ ഷുഗർ തന്നെയാണ്, ബ്ലഡിലേക്ക് പോകുന്നത് തന്നെയാണ്. ഇപ്പോൾ പലപ്പോഴും ആൾക്കാർ ഷുഗർ ഫ്രീ ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഡയബറ്റീസ് ഉണ്ട്, ഞാൻ അതുകൊണ്ട് ഇപ്പോൾ ചായയുടെ കൂടെ ഷുഗർ ഫ്രീ ബിസ്ക്കറ്റാണ് കഴിക്കണമെന്ന് പറയും. പക്ഷെ ഇതിൻ്റെ ന്യൂട്രീഷൻ ലേബൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലും ഈ മെജോറിറ്റി മൈദ തന്നെയായിരിക്കും. ഈ സാധാരണ ബിസ്ക്കറ്റിന് പകരം ഷുഗർ ഫ്രീ ബിസ്ക്കറ്റ് കഴിക്കുന്നത് കൊണ്ട് ഡയബറ്റീസ് കൺട്രോളൊന്നും ആവാൻ പോകുന്നില്ല. അതുപോലെ തന്നെ പലപ്പോഴും ഈ ഷുഗർ ഫ്രീ ബിസ്ക്കറ്റിൻ്റെ ടോട്ടൽ കാലറി എന്ന് പറയുന്നത് സാധാരണ ഒരു ബിസ്ക്കറ്റിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ സത്യം പറഞ്ഞാൽ അത് ഗുണത്തിന് പകരം ദോഷമാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഡയറ്റ് കോക്ക് മാറ്റി കോക്കിന് പകരം ഡയറ്റ് കോക്ക് എടുക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പ്രോസസ്ഡ് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ജസ്റ്റ് അത് ഷുഗർ ഫ്രീ ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഡയറ്റ് ആയതുകൊണ്ടോ മാത്രം ഡയബറ്റീസിനത് ഹെൽപ്ഫുൾ ആവില്ല. ഇതൊക്കെ ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ ചെയ്യാവുന്നത് കഴിയുന്നതും ഈ പാക്കേജ്ഡ് ഫുഡ്, പ്രോസസ്ഡ് ഫുഡുകൾ ഭക്ഷണത്തിൽ നിന്ന് അവോയ്ഡ് ചെയ്യുക. കഴിയുന്നതും ഹോൾ ഫുഡ്സ് നമുക്ക് പ്രകൃതിയിൽ നിന്ന് എങ്ങനെ കിട്ടുന്നോ അങ്ങനെ തന്നെ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. ആൻഡ് ആ പ്ലേറ്റ് ബാലൻസ്ഡ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നിങ്ങൾ പ്ലേറ്റ് ബാലൻസ്ഡ് ആണെങ്കിൽ നാച്ചുറലി ആ പ്ലേറ്റിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവായിരിക്കും. പ്ലേറ്റിൽ പകുതി പച്ചക്കറികളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 3 നേരമാണ് ഭക്ഷണം കഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 നേരവും പകുതിയെങ്കിലും പച്ചക്കറികൾ ഉണ്ടാവണം. പിന്നെ ബാക്കിയുള്ള പകുതിയുടെ ഒരു ഭാഗം പ്രോട്ടീനുള്ള ഭക്ഷണം കഴിക്കണം. ഒരാൾ ഒരു ദിവസം 1 ഗ്രാം പെർ കിലോഗ്രാം, ഇപ്പോൾ 60 കിലോ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ 60 ഗ്രാം പ്രോട്ടീൻ കഴിക്കണമെന്നാണ്. നമ്മളുടെ മലയാളികളുടെ ഡയറ്റിലൊക്കെ പ്രോട്ടീനിൻ്റെ അളവ് വളരെ കുറവാണ്. ഒരു സാധാരണ ഒരാൾ കഴിക്കുന്ന പ്ലേറ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേറ്റവും കൂടുതൽ ഉണ്ടാവുക ചോറാണ്. ചോറെന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റാണ്. ഇത് സത്യം പറഞ്ഞാൽ പ്ലേറ്റിൻ്റെ 1/4 ഭാഗമേ ഉണ്ടാവാൻ പാടുള്ളൂ. ബാക്കിയുള്ള കറികൾ, പച്ചക്കറികൾ അതേപോലെ കഴിക്കാൻ പറ്റി, അതേപോലെ കഴിക്കുക വളരെ നല്ല കാര്യം. അങ്ങനെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കറിയായിട്ടോ തോരനായിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ, പക്ഷേ ആ പച്ചക്കറികൾ പ്ലേറ്റിൻ്റെ പകുതി ഉണ്ടാവണം. പിന്നെ ഉള്ളത് 1/4 ഭാഗമുള്ള പ്രോട്ടീൻ, അത് പയറോ പരിപ്പോ കടലയോ
അല്ലെങ്കിൽ മീനോ ചിക്കനോ അധികം വറുത്ത് കഴിക്കാതിരിക്കുക. പക്ഷേ ആ ഒരു രീതിയിൽ നിങ്ങൾ 3 നേരത്തെയും പ്ലേറ്റ്, അത് ഒരു നേരത്തെ മാത്രമല്ല, ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ലഞ്ച് ആണെങ്കിലും ഡിന്നർ ആണെങ്കിലും ബാലൻസ്ഡ് ആയിട്ട് കഴിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലതാണ്. അതുപോലെ തന്നെ ടോട്ടൽ കാലറി ഇൻടേക്ക് എത്ര ബാലൻസ്ഡ് ആണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. നമുക്ക് ആവശ്യമുള്ളതിൽ കൂടുതൽ ഫുഡാണ് നമ്മൾ കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ബ്ലഡ് ഷുഗർ കൂട്ടുക തന്നെ ചെയ്യും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും കാണുന്നതാണ്, ആൾക്കാർ ഷുഗർ നിർത്തും, പകരം ബ്രൗൺ ഷുഗറോ അല്ലെങ്കിൽ ശർക്കരയോ തേനോ ഒക്കെ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഇതൊക്കെ നമുക്ക് വായിൽ വെച്ചാൽ മധുരം ഉണ്ടെന്നുണ്ടെങ്കിൽ, അത് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് അല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഗ്ലൈസെമിക് ഇൻഡെക്സ് കൂടിയ ഷുഗർ കൂട്ടുന്ന ഭക്ഷണങ്ങൾ തന്നെയാണ്. അപ്പോൾ പഞ്ചസാരയ്ക്ക് പകരം ബ്രൗൺ ഷുഗറോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സാധാരണ പഞ്ചസാരയേക്കാളും കുറച്ച് മിനറൽസിൻ്റെ അളവ് അതിനകത്ത് കൂടുതലുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ ഹണി ആണെന്നുണ്ടെങ്കിലും പഞ്ചസാരയേക്കാൾ ഇത്തിരി ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറവാണ് ഹണിക്ക്. പക്ഷേ നമ്മൾ എഫക്റ്റ് നോക്കുമ്പോൾ വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. പിന്നെ ഉള്ളത് ആൾക്കാർ എപ്പോഴും ചോദിക്കാറുന്നൊരു ചോദ്യമാണ് ഈ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് ഇത് സേഫാണോ, ഇത് ഉപയോഗിക്കാവോ എന്നുള്ളത്. അപ്പോൾ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് പല തരത്തിലുണ്ട്. കോമൺലി നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നത് ഈ എന്താ പറയുക സ്റ്റീവിയ അല്ലെങ്കിൽ സൂക്രലോസ്, പല രീതിയിലുള്ള ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് കിട്ടും. അപ്പോൾ അതിൽ മിക്കവാറും എല്ലാം കോമൺലി അവൈലബിൾ ആയിട്ടുള്ളതൊക്കെ മോഡറേഷനിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സേഫാണ്. പക്ഷേ ഒരുപാട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് ലോങ് ടേം ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് ചില കാർഡിയോവാസ്കുലർ റിസ്കുകളൊക്കെ ഉണ്ട്. ഈ നേരത്തെ പറഞ്ഞ ഡയറ്റ് കോക്കൊക്കെ അതിനകത്തൊക്കെ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് ആണ് ഉള്ളത്. അപ്പോൾ അത് ഒരുപാട് കുടിക്കുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഹാർട്ട് ഡിസീസ് ഉണ്ടാക്കാനോ സ്ട്രോക്ക് ഉണ്ടാക്കാനോ ഒക്കെയുള്ള സാധ്യത ഉണ്ടാക്കുമെന്ന് കാണിക്കുന്ന ചില സ്റ്റഡീസ് ഉണ്ട്. അപ്പോൾ അത് മോഡറേഷനിൽ ഇത് 1-2 നേരം ചായക്കകത്ത് ഇട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. എന്ത് സാധനമാണെങ്കിലും ഇതുപോലെ മോഡറേഷനിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കില്ല. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഈ പറഞ്ഞതൊക്കെ ജനറലി എല്ലാവർക്കും ബാധകമാണ്. പക്ഷേ ഓരോരുത്തർക്കും എക്സാക്ട്ലി എന്താ വർക്ക് ചെയ്യണമെന്നുള്ളത് നമുക്ക് അവരുടെ ശരീരപ്രകൃതി അനുസരിച്ച് തന്നെ ആയിരിക്കാം. ഇപ്പോൾ നിങ്ങൾ യൂട്യൂബ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പലരും പല രീതിയിലുള്ള ഡയറ്റ് പറയണമെന്നാണ്. ചില ആൾക്കാർ പറയും നിങ്ങൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കുക, ഭക്ഷണത്തിന് മുമ്പ് വെള്ളം കുടിക്കുക. വേറെ ആൾക്കാർ പറയും ഭക്ഷണത്തിന് മുമ്പ് വെള്ളം കുടിക്കരുത്. അപ്പോൾ ഓരോരുത്തരുടെ ശരീരത്തിനും വർക്ക് ചെയ്യുന്നത് ഓരോ രീതിയിലുള്ള കാര്യങ്ങളായിരിക്കാം. പക്ഷേ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഓർഡർ. ഇപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ പ്ലേറ്റിൽ പച്ചക്കറികൾ വേണമെന്ന് പറഞ്ഞു. ഈ പച്ചക്കറികൾ ആദ്യം കഴിക്കുക, അതിനുശേഷം പ്രോട്ടീൻ കഴിച്ച് അവസാനമാണ് ഈ കാർബോഹൈഡ്രേറ്റ് ഉള്ള ധാന്യങ്ങൾ അല്ലെങ്കിൽ ചോറോ ചപ്പാത്തിയോ ഒക്കെ കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഷുഗർ സ്പൈക്ക് ചെയ്യില്ല. കാരണം ഈ പച്ചക്കറികൾ ധാരാളം ഫൈബർ ഉള്ളത് കൊണ്ട് ഈ ഷുഗറിൻ്റെയൊക്കെ അബ്സോർപ്ഷൻ അത് നമുക്ക് വയറ്റിൽ നിന്ന് അത് സ്ലോ ഡൗൺ ചെയ്യാൻ പറ്റും. പിന്നെ ഓരോ ഭക്ഷണത്തിലും അത് ഓരോരുത്തരുടെ ശരീരത്തിൽ റെസ്പോണ്ട് ചെയ്യുന്ന ഡിഫറെൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിങ് പോലെയുള്ള ടെസ്റ്റുകൾ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ പലപ്പോഴും അത് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളിവിടെ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മാത്രമൊന്നും അല്ല ചിലപ്പോൾ എല്ലാവർക്കും ഷുഗർ സ്പൈക്ക് ഉണ്ടാവുക. അത് എക്സസൈസ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ നിങ്ങൾ എക്സസൈസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ സ്പെഷ്യലി ഡയബറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഷുഗർ താഴുമല്ലോ എന്ന് പേടിച്ചിട്ട് കൂടുതൽ ഭക്ഷണം കഴിക്കുകയാണ് മിക്ക ആൾക്കാരും ചെയ്യുക. അല്ലെങ്കിൽ എക്സസൈസ് കഴിയുന്ന സമയത്താണെങ്കിലും ക്ഷീണം കാരണം കൂടുതൽ ഭക്ഷണം കഴിക്കും. പക്ഷേ പർട്ടിക്കുലർലി മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മസിലിൽ നിന്നുള്ള ഗ്ലൈക്കോജൻ റിലീസ് ആവുന്നത് കാരണം പലപ്പോഴും നമ്മൾ ഈ കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിങ് ചെയ്യുമ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഗർ കൂടുക ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ വീണ്ടും കൂടുതൽ ഷുഗർ ഭക്ഷണമുള്ള കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഷുഗർ സ്പൈക്ക് ഉണ്ടാവും. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ എഫക്റ്റ് കാരണം ഈ എക്സസൈസിൻ്റെ എഫക്റ്റ് കാരണം തന്നെ ഷുഗർ ഡിപ്പ് ആവാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഓരോരുത്തരും ഓരോ ഭക്ഷണത്തിനും ഓരോ രീതിയിലാണ്. ജനറലി നമുക്കൊരു ഐഡിയ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും പേഴ്സണലി ഓരോരുത്തരുടെ ശരീരം ഓരോ രീതിയിലാണ് റെസ്പോണ്ട് ചെയ്യണം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ളൊരു ഡയറ്റ് ഫോളോ ചെയ്താലാണ് ഏറ്റവും നന്നായിട്ട് നമുക്ക് ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാൻ പറ്റുക.